ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. MG പ്രതീഷാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, ഈ ന്യൂനമർദ്ദ മേഖല രൂപപ്പെട്ടതാണോ കേരളത്തിൽ ഇപ്പോൾ അതിതീവ്ര മഴയ്ക്ക് കളമൊരുക്കിയിരിക്കുന്നത്? വിജയകുമാർ, തീർച്ചയായും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിശക്തമായ ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് ഇത്രത്തോളം മഴയ്ക്ക് കാരണമായി പറയപ്പെടുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 3 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഈ 3 ജില്ലകളിലും അതിതീവ്ര മഴയായിരിക്കും വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുന്നത്. വളരെ ജാഗ്രത വേണ്ട മുന്നറിയിപ്പ് കൂടിയാണ് റെഡ് അലർട്ട്. ഒപ്പം മറ്റ് 5 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടും കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലും ഒപ്പം തെക്കൻ കേരളത്തിലുമാണ് ഈ ദിവസങ്ങളിൽ വരുന്ന 2 ദിവസം മഴ കൂടുതൽ ശക്തമാകുന്നത്. ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ, ഒപ്പം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകൾ, ഇവിടെ നിന്നൊക്കെ തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ അപകട സാഹചര്യം ഉണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നതാണ് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ കേന്ദ്രവും റവന്യൂ വകുപ്പും നൽകുന്ന മുന്നറിയിപ്പ്. ഇതിനോടകം തന്നെ ഈ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ തന്നെ കൃത്യമായൊരു മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടം ഓരോ ജില്ലകളിലും നൽകിയിട്ടുണ്ട്. കാരണം ഈ പ്രളയത്തിന് സമാനമായ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. ഇടുക്കി പോലുള്ള മേഖലകളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപകട യാത്രകൾ ഉൾപ്പെടെ ഒഴിവാക്കണം. മലയോര മേഖലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം എന്നതാണ് പ്രധാനമായും മുന്നറിയിപ്പിൽ പറയുന്നത്. നിലവിൽ 2 ദിവസമായി മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്രതീക്ഷ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വലിയ മഴ പെയ്യുന്ന ശബ്ദം കൂടി കേൾക്കാൻ പറ്റുന്നുണ്ട്. വിജയകുമാർ, തീർച്ചയായും തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ മഴയാണ്. പക്ഷേ അതിശക്തമായ മഴ നിലവിൽ തിരുവനന്തപുരത്ത് ഇല്ല. പക്ഷേ രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം, ഒപ്പം കൊല്ലം ഉൾപ്പെടെ ഈ തെക്കൻ കേരളത്തിൽ മഴ തുടരുന്നുണ്ട്. പ്രധാനമായും ഈ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഈ മഴ കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യതയായി പറയുന്ന കാര്യം. ഈ 2 ദിവസത്തേക്കാണ് നിലവിൽ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഈ വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും അതിശക്തമായ മഴ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്യുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ശക്തമായൊരു മഴ കഴിഞ്ഞ 1 മണിക്കൂറായി തിരുവനന്തപുരം നഗര മേഖലകളിലുണ്ട്. ഈ മറ്റിടങ്ങളിലും കൂടുതൽ ശക്തമായ മഴയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ജാഗ്രത ഈ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള 3 ജില്ലകളിലാണ്. വളരെ പ്രത്യേക ജാഗ്രത. ഒപ്പം എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. 5 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ മറ്റ് എല്ലാ ജില്ലകളിലും ഇന്ന് മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ചെന്നൈ ഉൾപ്പെടെ 16 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിരിക്കുകയാണ്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, കഴിഞ്ഞ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ട അതേ വഴിയിലൂടെയാണ് ഈ ന്യൂനമർദ്ദ പാത്തിയും സഞ്ചരിക്കുന്നത്. അത് തമിഴ്നാട് തീരം തൊട്ട് കേരളത്തിലേക്ക് കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ചില മോഡലുകൾ കേരളത്തിന് മുകളിലൂടെ അത് പാസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്താണ് തമിഴ്നാട്ടിലെ സാഹചര്യം? കനത്ത മഴയാണോ? വിജയകുമാർ, തമിഴ്നാട്ടിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു. പക്ഷേ വ്യാപകമായി ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇടവേളകളിൽ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ശക്തമായി തന്നെ പെയ്യുകയാണ്. പ്രധാനമായും ചെന്നൈയിലും ചെങ്കൽപ്പെട്ടിലുമാണ് മഴ ശക്തമായി പെയ്യുന്നത്. ഇതിൽ തന്നെ ചെങ്കൽപ്പെട്ടിലാണ് ഏറ്റവും അധികം മഴ പെയ്യുന്നത്. ചെങ്കൽപ്പെട്ടിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പലരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ചെന്നൈയിലും
ചെന്നൈയിലും വിവിധ റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കോർപ്പറേഷൻ്റെ ഒക്കെ ഭാഗത്ത് നിന്നും വെള്ളം റോഡുകളിൽ നിന്നും പമ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഈ വെള്ളക്കെട്ടിന് ഒരു ചെറിയ പരിഹാരമെങ്കിലും ഉണ്ടാക്കുന്നത്. പക്ഷേ മഴ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നിൽക്കില്ല. കാരണം ഈ ഡാമുകളുടെ സ്ഥിതി ഇവിടെ അല്പം ആശങ്ക ഉയർത്തുന്നുണ്ട്. പല ഡാമുകളിലും സംഭരണശേഷിയേക്കാൾ ഉയർന്ന ജലനിരപ്പ് ഇപ്പോൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഈ ഡാമുകളിലൊക്കെയും വെള്ളം വലിയ തോതിൽ ഉയരും. അത് വലിയ ആശങ്ക ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ മഴ കുറയണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഭരണകൂടമൊക്കെ പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ മഴ കുറയില്ല എന്നുള്ളൊരു സൂചന കൂടിയാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. നാളെ വൈകിട്ടോടു കൂടി മാത്രമേ മഴയ്ക്ക് കുറവുണ്ടാവുള്ളൂ. അതിൽ തന്നെ ചെന്നൈയിലും ഒപ്പം തന്നെ ഈ പറയുന്ന ചെങ്കൽപ്പെട്ട് ജില്ലകളിലുമൊക്കെ വലിയ തോതിൽ മഴ അടുത്ത മണിക്കൂറുകളിൽ പെയ്യുമെന്ന് പറയുന്നു. ഇടവിട്ട് ആണ് ഇവിടെ മഴ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വിമാന സർവീസുകളെ മഴ കാര്യമായി ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു ഫെഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ സമയത്തൊക്കെ വിമാനത്താവളം അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളും ഒപ്പം തന്നെ ലാൻഡ് ചെയ്യേണ്ട വിമാനങ്ങളും ഒക്കെ ചെന്നൈയിൽ വൈകിയാണ് അത് പുറപ്പെടുകയും ലാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ബാധിക്കുന്നുണ്ട്. റെയിൽവേ സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടില്ല എങ്കിലും ചില മെട്രോ സർവീസുകളെ ഇത് ബാധിക്കുന്നുണ്ട്. കാരണം ഈ മെട്രോ സർവീസുകളുടെ മെട്രോ സ്റ്റേഷന് മുന്നിൽ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്. ഒപ്പം അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. 4 ജില്ലകളിലെ സ്കൂളുകൾക്കാണ് അവധി നൽകിയതെങ്കിലും മറ്റു പല ജില്ലകളിലും ഇപ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് മുൻപ് തന്നെ സ്കൂൾ വിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഈ ഫെഞ്ചാൽ ചുഴലിക്കാറ്റ് വിതച്ച നാശനഷ്ടം, അതിൻ്റെ ഒരു മഴ കൊണ്ടുവന്ന വെള്ളമൊക്കെയും ഇപ്പോഴും പലയിടത്തു നിന്നും ഇറങ്ങിയിട്ടില്ല. അതിനു മുൻപാണ് വീണ്ടും ഒരു വലിയ മഴ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്നുമല്ല ആശങ്കയിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കളക്ടറേറ്റിലൊക്കെ യോഗം ചേർന്നുകൊണ്ട് ഇത്തരത്തിലാണ് ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള റഹീസ്, എന്തായാലും തമിഴ്നാട്ടിലും വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന് കാരണമായ ന്യൂനമർദ്ദം സഞ്ചരിച്ച അതേ പാതയിൽ കൂടെയാണ് ഈ ന്യൂനമർദ്ദവും സഞ്ചരിക്കുന്നത്. കേരളത്തിന് മുകളിലൂടെ കടന്നു പോകുമോ എന്നാണ് അറിയേണ്ടത്. ചില കാലാവസ്ഥാ മോഡലുകൾ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ചെന്നൈയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു മുഹമ്മദ് റഹീസ്. മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടെ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറെന്ന് ഹൈക്കോടതി. ദുരന്ത നിവാരണ ഫണ്ടിലെ തുകയുടെ വിനിയോഗം സംബന്ധിച്ച് വിശദ റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. കയ്യിലുണ്ടായിരുന്ന പണം സർക്കാർ എന്തു ചെയ്തു എന്നാണ് സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം. ഗവൺമെന്റ് ഹൈക്കോടതി പറഞ്ഞ 700 കോടി രൂപ ബാക്കിയുണ്ട്. SDRF 681 കോടി രൂപ വയനാട് ദുരന്തത്തിനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ശമ്പളം സാലറി വന്നതും അടക്കം 7,65,00,000 രൂപ ചിലവാക്കിയിട്ടുള്ളൂ. അപ്പോൾ 681 കോടി രൂപ അവിടെയും ഇവിടെ 700 കോടി രൂപയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ തുടങ്ങാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഭൂമി ഞങ്ങൾ തന്നെ 100 വീട്, മുസ്ലിം ലീഗ് 100 വീട് കർണാടക ഗവൺമെൻറ് 30 വീട് യൂത്ത് കോൺഗ്രസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം എടുത്തു തരുന്നില്ല. അപ്പോൾ സ്ഥലം എടുക്കുന്നതിനെ കുറിച്ചുള്ളൊരു നെഗോസിയേഷനോ വേണ്ട രീതിയിലുള്ള ഗൗരവതരമായ ചർച്ചയോ നടത്താതെ അത് വ്യവഹാരത്തിലേക്ക് കൊണ്ട് ഞങ്ങൾ സർവകക്ഷി യോഗത്തിൽ മുന്നറിയിപ്പ് കൊടുത്താണ്. ഒരു കാരണവശാലും ഇത് വ്യവഹാരങ്ങളിലേക്ക് പോകരുത്. സർക്കാർ വളരെ ബുദ്ധിപൂർവ്വമാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ നയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കേസായിട്ട് ഇങ്ങനെ പോകുന്നത്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ എന്താണെന്ന് നടന്നത്? ഇതിലൊരു മധ്യസ്ഥന്റെ റോളിലേക്ക് കോടതി മാറാം എന്ന് ആ ബെഞ്ച് തന്നെ പറയുന്നതിനിടയായ സാഹചര്യം എന്തായിരുന്നു? ഇന്ന് അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങൾ കോടതി മുൻപാകെ നടക്കുകയുണ്ടായി. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. ഒപ്പം തന്നെ കോടതി അതിൽ ഇടപെട്ട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ വയനാടുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഇന്ന് നാടകീയമായ രംഗങ്ങളാണ് നടന്നത്. ആദ്യത്തേത് ഒരു സത്യവാങ്മൂലം കോടതിയിൽ ഇന്ന് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചതാണ്. അവർ അതിൽ പറഞ്ഞത് ഡിസംബർ 10 വരെയുള്ള കണക്ക് പ്രകാരം 700 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ഉണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. ഇതിൽ 638 കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി വേറെ നൽകാനുണ്ട്. ബാക്കിയുള്ളത് 61 കോടി രൂപയാണ്. വേനൽക്കാലത്തെ വരൾച്ചയടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ പണം ആവശ്യമുണ്ട് എന്നും കോടതിയോട് സർക്കാർ പറയുകയും ചെയ്തു. SDRF-ൽ നിന്നും ഉരുൾപൊട്ടലിന് പിന്നാലെ 21 കോടി രൂപ വയനാടിന് വേണ്ടി നൽകി. മാനദണ്ഡങ്ങൾ പ്രകാരം പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഇനി നൽകാൻ സാധിക്കുക 77 കോടി രൂപ കൂടി മാത്രമാണ് SDRF-ൽ നിന്ന്
എന്നാണ് ഇപ്പോൾ സംസ്ഥാനം പറഞ്ഞു വെച്ചത്. പിന്നാലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 682 കോടി രൂപ വന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അത് SDRFുമായി ബന്ധപ്പെട്ടതല്ല, അത് പ്രത്യേക ഫണ്ടാണ്. അത് ഡിസംബർ 11 വരെയുള്ള കണക്കാണ് ആ പറഞ്ഞതും. തുടർന്നാണ് കോടതി ഇക്കാര്യത്തിൽ ഈ അവ്യക്തത മാറ്റണം എന്നാവശ്യപ്പെട്ടത്. കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: SDRFിലെ മുഴുവൻ തുകയും വയനാടിനായി ഉപയോഗിക്കാനാകില്ല എന്ന് സർക്കാർ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണം. മാത്രമല്ല, സർക്കാരിന്റെ നിലവിലെ ഉത്തരവുകൾ അനുസരിച്ച് നൽകാനുള്ള തുകയാണ് SDRFിൽ ബാക്കിയുള്ളത് എന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണം. ആ കണക്ക് അവരെ കാണിക്കണം. കേന്ദ്രത്തിന് കൂടി വിശ്വാസമുള്ള ഒരു ഏജൻസിയെ വെച്ച് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി അവർക്ക് നൽകി ആ പണം മേടിച്ചെടുക്കാൻ ശ്രമിക്കണം. അതിന് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഇടയിൽ മധ്യസ്ഥന്റെ റോൾ തങ്ങൾ വഹിക്കാമെന്നും കോടതി പറഞ്ഞു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് SDRF ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 18 കേസ് വീണ്ടും പരിഗണിക്കും. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ഈ ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി നൽകുന്നതിൽ അത്തരമൊരു റോൾ എടുക്കാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ കണക്കുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൂടി കിട്ടിയ ശേഷമായിരിക്കും കോടതി അതിൽ കേന്ദ്രത്തോട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകാൻ പോകുന്നു എന്ന് അറിയാൻ കഴിയുക. അക്കാര്യത്തിൽ കോടതി ചില തീരുമാനങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇന്നത്തെ നടപടികളിൽ നിന്ന് മനസ്സിലാവുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മണിയാറിൽ കള്ളക്കളിയോ? പത്തനംതിട്ട മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ കാലാവധി സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകാൻ സർക്കാരിന്റെ കള്ളക്കളി. പദ്ധതി KSEBിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പ് അയച്ച കത്ത് 24 പുറത്തുവിട്ടു. എന്നാൽ ഈ ആവശ്യത്തെ വ്യവസായ വകുപ്പ് എതിർക്കുകയായിരുന്നു. സർക്കാർ നീക്കത്തിന് പിന്നിൽ അഴിമതിയാണെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. വൈദ്യുതി നിരക്ക് കൂട്ടി ഒരു ഭാഗത്ത് ജനങ്ങളെ പിഴിയുമ്പോൾ മറുഭാഗത്ത് KSEBിക്ക് ലഭിക്കേണ്ട നേട്ടം സർക്കാർ തട്ടിത്തെറിപ്പിക്കുകയാണ്. മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നടത്തിപ്പവകാശം സ്വകാര്യ കമ്പനിക്ക് 25 വർഷത്തേക്ക് കൂടി നീട്ടി നൽകാനാണ് സർക്കാർ തീരുമാനം. മണിയാറിൽ 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്കായി 1991 മെയ് 18-നാണ് KSEBിയും കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായി കരാറിലെത്തുന്നത്. ബിൽഡ് ഓൺ ഓപ്പറേറ്റർ ട്രാൻസ്ഫർ വ്യവസ്ഥ പ്രകാരമാണ് 30 വർഷത്തേക്ക് കരാർ. 94-ൽ ഉൽപ്പാദനം തുടങ്ങി. കരാർ വ്യവസ്ഥ പ്രകാരം ഈ വർഷം ഡിസംബറിൽ കാലാവധി പൂർത്തിയായി. കരാർ കാലം കഴിഞ്ഞാൽ ജനറേറ്റർ ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികളടക്കം സംസ്ഥാനത്തിന് കൈമാറണം. പദ്ധതി ഏറ്റെടുത്ത് KSEBിക്ക് കൈമാറണമെന്ന് കാണിച്ച് 2 വർഷം മുൻപ് തന്നെ ഊർജ്ജ വകുപ്പിന് കത്തും അയച്ചിരുന്നു. കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് കരാർ നീട്ടി നൽകാൻ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി. ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ മിനിറ്റ്സ് വന്നിട്ട് ഒരു ഇൻഡസ്ട്രീസിന്റെ ഒരു അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ടേ ചെയ്യൂ. അല്ലാതെ ഇപ്പൊ ഒരു തീരുമാനം എടുത്തിട്ടില്ല അല്ലേ? ഇല്ല, തീരുമാനം. പദ്ധതി 2025 ജനുവരിയിൽ ഏറ്റെടുക്കണമെങ്കിൽ 21 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. ഇത് നൽകിയിട്ടില്ല. പിന്നിൽ അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല. BOT അടിസ്ഥാനത്തിൽ ഇതിന്റെ കാലാവധി ഡിസംബർ 30-ന് തീരുകയാണ്. എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത്. പദ്ധതി ഏറ്റെടുക്കണമെന്ന KSEB ആവശ്യത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് വ്യവസായ വകുപ്പാണ്. 24 തിരുവനന്തപുരം. സമസ്തയിൽ തുറന്ന പോര്. തർക്കം പരിഹരിക്കാൻ ചേർന്ന മുഷാവറ യോഗത്തിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ സമസ്തയിൽ കലഹം അതിരൂക്ഷം. ഉമർ ഫൈസി മുക്കം നടത്തിയ കള്ളൻ പരാമർശത്തിൽ പ്രതിഷേധിച്ച് മുഷാവറ യോഗത്തിൽ നിന്ന് അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി കോയ തങ്ങൾ ഇറങ്ങിപ്പോയെന്ന് നേതാക്കൾ സ്ഥിരീകരിച്ചു. ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികൾ കൂടുതൽ ശക്തമാക്കുകയാണ്. ഇന്നലെ ചേർന്ന മുഷാവറ യോഗത്തിൽ വിവാദ വിഷയങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന ലീഗ് അനുകൂല വിഭാഗം കണക്ക് കൂട്ടിയെങ്കിലും അതുണ്ടാവാതെ വന്നതോടെയാണ് നിലപാട് കടുപ്പിക്കുന്നത്. ഉമർ ഫൈസി അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് ശ്രമം. യോഗത്തിൽ മുഷാവറ അംഗങ്ങൾക്ക് നേരെ ഉമർ ഫൈസി കള്ളൻ പരാമർശം നടത്തിയെന്നും പിന്നാലെ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്നും ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. ഈ മുഷാവറയിലുള്ള എല്ലാ മെമ്പർമാരെയും കള്ളന്മാർ എന്ന പദത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ച് പറഞ്ഞു.
അപ്പോൾ തങ്ങൾ എണീറ്റിട്ട് ഈ കള്ളന്മാരെ ഞാനും പെടുമല്ലോ, ഇനി ഞാൻ ഇവിടെ ഇരിക്കണത് ശരിയല്ല എന്നുകൊണ്ട് തങ്ങൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തു. നിങ്ങൾ യോഗം നടത്തിക്കോളി എന്നും പറഞ്ഞുകൊണ്ട് തങ്ങൾ പുറത്തേക്ക് പോയി. ഉമർ ഫൈസി നേരത്തെ നടത്തിയ വിമർശനം സാദിഖലി തങ്ങൾക്ക് നേരെയാണെന്ന് വ്യക്തമാണ്. ആരെയും ഉദ്ദേശിക്കാതെ പറയാൻ അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി, സമനില തെറ്റിയ അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും മനസ്സിലാക്കണം. അങ്ങനത്തെ ആൾക്കാർ പറയുമ്പോൾ തലയും വാലൊന്നും ഉണ്ടാവില്ല, ഉള്ളതും ഇല്ലാത്തതൊക്കെ പറയും. മുഷാവറ യോഗത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടായില്ലെന്ന ഉമർ ഫൈസി മുക്കം. പള്ളി ചെന്ന് നോക്കുമ്പോൾ കുട്ടികൾ കാണിച്ചിരുന്ന ഇതാണ് ഏത് അവിടെ കശപിച്ചുണ്ടാകും. എന്താ പൊട്ടി എന്താ പറഞ്ഞാല് പൊട്ടിത്തറി എന്ന് പറഞ്ഞു. പൊട്ടിത്തെറിഞ്ഞ അവിടെ പടക്കം കൊണ്ടുവന്ന് പൊട്ടിച്ച മാതിരി ഉണ്ട് പറഞ്ഞിട്ടാല്. എന്താ ഒന്നും ഉണ്ടായില്ല. അത് പറയേണ്ട ആളത് പറഞ്ഞല്ലോ. പുതിയ സംഭവവികാസങ്ങളോടെ ഉമർ ഫൈസി മുക്കത്തിനെതിരെയുള്ള നീക്കങ്ങൾ കടുപ്പിക്കുകയാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികൾ. ഉമർ ഫൈസിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അപക്വമായ ചില പെരുമാറ്റങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു വ്യംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് സമസ്തയുടെ ക്രെഡിറ്റിനെ ബാധിക്കും. ഇക്കാലം അത്രയും സമസ്ത പുലർത്തിപ്പോന്ന അന്തസ്സിനെ ബാധിക്കും. മുസ്ലിം ലീഗ് സമസ്ത സമവായ ചർച്ചയ്ക്ക് പിന്നാലെ സമസ്ത യോഗവും വാഗ്വാദത്തിൽ കലാശിച്ചത് സമസ്ത നേതൃത്വത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. 24 തിരൂർ. അതേസമയം മുസ്ലിം ലീഗിനോടുള്ള നിലപാടിനെ ചൊല്ലി സമസ്തയ്ക്കുള്ളിൽ തർക്കം മുറുകുന്നതിനിടെ ലീഗ് പ്രവർത്തക സമിതി യോഗം കോഴിക്കോട് ചേരുകയാണ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത ഉൾപ്പെടെ പരിഗണനയിലുണ്ട്. പ്രവർത്തക സമിതി യോഗത്തിന് മുന്നോടിയായി ഭാരവാഹി യോഗം ചേർന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് കേട്ടോ, യോഗം കഴിഞ്ഞിട്ട് നമുക്ക് പ്രതികരിക്കാം എല്ലാ കാര്യത്തിലും. അതിനാണ് നമ്മൾ വന്നത്. ആനുകാലികമായിട്ട് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും, എന്നിട്ട് അഭിപ്രായം പറഞ്ഞോളാം. ഓക്കെ, താങ്ക് യു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് ലീഗ് ഹൗസിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്തായാലും യോഗശേഷം തങ്ങളുടെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാം. അപ്പോൾ നിരവധി ചോദ്യങ്ങൾ, ഒന്ന് സമസ്തയിലെ തർക്കം, മറ്റൊന്ന് മുനമ്പം വിഷയത്തിൽ ഇപ്പോൾ എന്താണ് മുസ്ലിം ലീഗിൽ സാധാരണ സംഭവിക്കാത്തതാണ്. പലയിടത്തും ലീഗ് നേതൃത്വത്തെ, പാണക്കാട് നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്ത് പോസ്റ്ററുകൾ പലയിടത്തും പ്രചരിക്കുന്നു, പല നേതാക്കളെയും അതിൽ പരാമർശിക്കുന്നു. അപ്പോൾ അത്തരം നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചർച്ചയാവുകയും ഇതിൻ്റെയൊക്കെ പ്രതികരണം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ലീഗ് നേതൃത്വം നൽകുകയും ചെയ്യുമെന്ന് കരുതാം, അല്ലേ? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരും. പ്രധാനമായും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ KM ഷാജി അതുപോലെ ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അത് വഖഫ് സ്വത്ത് തന്നെയാണ് എന്നുള്ളതാണ്. എന്നാൽ അത്തരം കടുപ്പിച്ച വാക്കുകളായിരുന്നില്ല PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സാദിഖലി തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഓഫീസിന് തൊട്ട് മുന്നിൽ ഉൾപ്പെടെ വിവിധ തലങ്ങളിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കളെ രൂക്ഷമായി വിമർശിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ സാദിഖലി തങ്ങളെയും വിമർശിക്കുന്ന വിധത്തിലും അതേസമയം KM ഷാജിയെ പുകഴ്ത്തുന്ന വിധത്തിലുമായിരുന്നു ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആ സംഭവം ഉൾപ്പെടെ ഇന്നത്തെ കാര്യത്തിൽ ചർച്ചയാവും. അതോടൊപ്പം തന്നെയാണ് സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം വളരെ മോശമായ ഒരു സാഹചര്യമാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടരികെ എത്തുന്നു. ഈ ഘട്ടത്തിൽ ആ വിഷയം കൂടി ചർച്ച ചെയ്യുകയും അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. അല്ലായെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളെ വലിയ രീതിയിൽ അത് UDF-നെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ അത് വലിയ രീതിയിൽ അത് ബാധിക്കും. അത്തരം ഒരു സാഹചര്യം കൂടി നിൽക്കുന്നു. ഈ ഘട്ടങ്ങളെല്ലാം തന്നെ പരിശോധിക്കും എന്ന കാര്യമാണ് സാദിഖലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ഈ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ചില വിഷയങ്ങൾ, അതായത് PMA ഇസ്ലാമിനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ശക്തമായി തന്നെ സമസ്ത മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുമില്ല. പ്രധാനപ്പെട്ട ഒരു വിഷയം CIC വിഷയം കൂടി ചേർത്തുകൊണ്ടാണ്. അതായത് CIC വിഷയം പരിഹരിക്കാൻ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ സാദിഖലി തങ്ങളെയുമാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ 7 ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ചർച്ചകളിലും അത്തരം ഒരു പരിഹാരം ഉണ്ടായില്ല. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ജിഫ്രി തങ്ങൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതുമുണ്ടായി. അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. ആ വേളയിൽ കൂടിയാണ് ഇന്നത്തെ ഈ പ്രവർത്തക സമിതി യോഗം പുരോഗമിക്കുന്നത്. ഇതിനുശേഷം സാദിഖലി തങ്ങളും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളെ കാണും എന്ന് നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് വിജയകുമാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു സമീർ സി മുഹമ്മദ് ലീഗ് ഹൗസിൽ നിന്ന്. വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. ഈ നേരത്തെ ഉയർന്ന ചോദ്യങ്ങളിൽ, വിവാദങ്ങളിലൊക്കെയുള്ള കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൊച്ചിയിൽ ഡേറ്റിംഗ് ആപ്പ് വഴി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 7 പേർ അറസ്റ്റിലായി. ആപ്പ് വഴി ചാറ്റ് ചെയ്താണ് യുവാവിനെ വിളിച്ചു വരുത്തിയത്. പ്രതികളുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
വിജയകുമാർ, ഇന്നലെ രാത്രിയിലാണ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ഒരു യുവതിയെ കാണാനെന്ന പേരിൽ ഈ ഇടപ്പള്ളി സ്വദേശിയായ യുവാവിനെ പടമുകളിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അവിടെ എത്തുമ്പോൾ കാത്തുനിന്ന ഒരു സംഘം ആളുകൾ ചേർന്ന് യുവാവിനെ പിടിച്ചു വെക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. പിന്നീട് ഇയാളുടെ ഫോണിലുണ്ടായിരുന്ന സ്വകാര്യ വിവരങ്ങളടക്കം ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്തു. അതിനുശേഷം ഇയാളെ അവിടെ ഒരു ഹോസ്റ്റലിൽ തന്നെ താമസിപ്പിക്കുകയും ഇന്ന് രാവിലെ 10 മണിക്കുള്ളിൽ 1 ലക്ഷം രൂപ തന്നില്ല എങ്കിൽ ഈ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. രാവിലെയാണ് യുവാവിനെ വിട്ടയച്ചത്. ഇതോടെ ഈ യുവാവ് തൃക്കാക്കര പോലീസിൽ എത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് ഈ ലൊക്കേഷൻ മനസ്സിലാക്കുകയും അവിടെ എത്തി ഈ 7 പേരെയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. നിലവിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ തൃക്കാക്കര സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുവരികയും കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തതെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നിരവധി അക്കൗണ്ടുകൾ ഇവർ ഡേറ്റിംഗ് ആപ്പ് വഴി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പലരെയും ഇങ്ങനെ ലക്ഷ്യം വെച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം തുടരുകയാണ്. യുവാവിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടിയിലേക്ക് പോവുകയാണ് പോലീസ് സംഘം. വലിയ തട്ടിപ്പിന് ശ്രമിക്കുകയും അങ്ങനെ തുടർ നീക്കങ്ങൾക്ക് ശ്രമം നടത്തുകയും ചെയ്ത ഒരു സംഘമാണ് ഇപ്പോൾ പിടിയിലായത്. വിവരങ്ങളാണ് ശ്യാംകുമാർ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഉപതെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയെന്ന പരാതി നേതൃത്വം അവഗണിച്ചതിന് പിന്നാലെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ചാണ്ടി ഉമ്മൻ MLA. അതൃപ്തി തുടരുന്ന ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് സമീപം തനിച്ചു നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അതേസമയം ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് JS അഖിലിനെ മാധ്യമ വക്താക്കളുടെ പാനലിൽ നിന്ന് KPCC ഒഴിവാക്കി. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചതിനിടെയാണ് കോൺഗ്രസിൽ ചാണ്ടി ഉമ്മൻ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. താനൊഴികെയുള്ള MLA-മാർക്ക് ചുമതല നൽകിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന ചാണ്ടി ഉമ്മൻ തന്റെ അതൃപ്തി തുടർച്ചയായി പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറക്കരയിൽ തനിച്ചു നിൽക്കുന്ന ചിത്രം ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ചാണ്ടി ഉമ്മനെ പിന്തുണച്ചതിന്റെ പേരിൽ മാധ്യമ വക്താക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് JS അഖിലിനെ പുറത്താക്കിയെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണിത്. അതൃപ്തി തുടരുന്ന ചാണ്ടി ഉമ്മൻ ഹൈക്കമാൻഡിനെ നേരിട്ട് പരാതി അറിയിച്ചേക്കും. അതേസമയം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തൽക്കാലം വേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃതലത്തിലെ ധാരണ. കേരളത്തിലെ ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള പുനഃസംഘടനാ ചർച്ചയും ആരംഭിച്ചിട്ടില്ല. പുനഃസംഘടനയുടെ പേരിൽ ആവശ്യമില്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ പാർട്ടിക്കുണ്ടായിരുന്ന സൽപ്പേര് കളയാൻ ആരും ശ്രമിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. യുവാക്കൾ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വരണമെന്ന് K മുരളീധരൻ. യുവാക്കൾ നേതൃനിരയിലേക്ക് വരണം, അതോടൊപ്പം തന്നെ പഴയ ആളുകളുടെ നേതൃത്വം ഉണ്ടാവണം. രണ്ടും വേണം. യുവാക്കളും വരണം, ആരുടെയും വഴി കൊട്ടി അടക്കരുത്. സീനിയേഴ്സിന് അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റും കൊടുക്കണം. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നതിലും നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി AS സുദേവൻ തുടരും. 6 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 46 പേരുടെ പുതിയ ജില്ലാ കമ്മിറ്റിക്ക് പ്രതിനിധി സമ്മേളനം അംഗീകാരം നൽകി. ജില്ലാ സെക്രട്ടറിയെ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കാൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കമ്മിറ്റി യോഗം ഇപ്പോൾ ചേരുകയാണ്. സമ്മേളനം നടക്കുന്ന കൊല്ലത്തെ മയ്യനാട് നിന്ന് R ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, നേരത്തെ AS സുദേവനെ മാറ്റിയേക്കും എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോഴെത്തുന്നു. ഒപ്പം ഈ ജില്ലാ കമ്മിറ്റിയിൽ ഒരു കരുനാഗപ്പള്ളി ഇമ്പാക്റ്റും ഉണ്ടല്ലേ? വിജയകുമാർ, ഏറ്റവും പുതിയ വിവരം, കൊല്ലം ജില്ലാ സെക്രട്ടറിയായി S സുദേവനെ ഇപ്പോൾ ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. പുതിയ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ജില്ലാ സെക്രട്ടറിയായി S സുദേവനെ തെരഞ്ഞെടുത്തത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ പ്രതിനിധികൾക്ക് മുമ്പാകെ ജില്ലാ നേതൃത്വം നടത്തിക്കഴിഞ്ഞിരുന്നു. രാവിലെ ചേർന്ന സംസ്ഥാന നേതാക്കളുടെ യോഗത്തിലാണ് S സുദേവനെ മാറ്റണമെന്ന അഭിപ്രായം ശക്തമായി ഉയർന്നത്. പകരം S ജയമോഹൻ്റെ പേരാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. എന്നാൽ സംസ്ഥാന നേതൃത്വം S സുദേവൻ തുടരട്ടെ എന്ന നിലപാടെടുക്കുകയായിരുന്നു. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയുടെ സംഘടനാ ചുമതലയുള്ള മന്ത്രി KN ബാലഗോപാൽ അടക്കം S സുദേവൻ തുടരട്ടെ എന്ന അഭിപ്രായക്കാരായിരുന്നു. അങ്ങനെയാണ് സുദേവൻ ജില്ലാ സെക്രട്ടറിയായി മൂന്നാമതും തിരഞ്ഞെടുക്കാൻ കളമൊരുങ്ങിയത്. എന്തായാലും S സുദേവനെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് നടന്നു കഴിഞ്ഞു. 46-അംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. 46-അംഗ ജില്ലാ കമ്മിറ്റിയിൽ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ കരുനാഗപ്പള്ളിയിലെ പരസ്യ പ്രതിഷേധങ്ങളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം കരുനാഗപ്പള്ളിയിൽ നിന്ന് ഉണ്ടായിരുന്ന 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കി. DYFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ PR വസന്തൻ, S രാധാമണി, PK ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് B ഗോപൻ എന്നീ 4 പേരെയാണ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി, അതായത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിക്ക് വേരോട്ടമുള്ള ഏരിയ കമ്മിറ്റിക്ക് പ്രാതിനിധ്യമില്ലാതെയാണ് ജില്ലാ സമ്മേളനം പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 46-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 6 ഒഴിവുകൾ ഇത്തരത്തിൽ ഒഴിവാക്കലിലൂടെ വന്നിട്ടുണ്ട്. ആ 6 ഒഴിവിലേക്ക് പുതുതായി 6 പേരെ കൂടി ഉൾപ്പെടുത്തി. ആ 6 പേരുടെ
ഒന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ, SFI കേന്ദ്ര കമ്മിറ്റി അംഗം ആദർശ്, ഒപ്പം തന്നെ അഞ്ചാലുമൂട് നിന്നുള്ള ഏരിയ കമ്മിറ്റി അംഗം S ഗീതാകുമാരി അടക്കമുള്ള 6 പേരെയാണ് ഉൾപ്പെടുത്തിയത്. ഒപ്പം തന്നെ കൊല്ലത്തെ മുൻ മേയറായിരുന്ന സബിത ബീഗം, അഡ്വക്കേറ്റ് V സുമലാൽ എന്നിവരടക്കം 6 പേരെയാണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ ചിന്താ ജെറോമിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ തീരുമാനവും ഇതോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. 36 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. യെസ്, ആർ ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. എന്താണ്, കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 4 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. PR വസന്തൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ പട്ടികയ്ക്ക് പുറത്തായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡൽഹി കേരള ഹൗസിൽ നിർത്തിയിട്ടിരുന്ന ഗവർണറുടെ വാഹനത്തിൽ കേരള ഹൗസ് ലോ ഓഫീസറുടെ വാഹനം ഇടിച്ചു. ലൈസൻസ് ഇല്ലാതെയാണ് ലോ ഓഫീസർ വാഹനം ഓടിച്ചത് എന്നാണ് സൂചന. സംഭവത്തിൽ ലോ ഓഫീസർക്കെതിരെ നടപടി ഉണ്ടായേക്കും. എന്നാൽ ലോ ഓഫീസർക്കെതിരെ നടപടി വേണ്ടെന്ന് ഗവർണർ പറഞ്ഞതായി രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇതിപ്പോൾ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നത് ഒരു ഗൗരവമുള്ള നിയമപ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് അതിഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് 2 പുതിയ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, ലോ ഓഫീസർക്ക് ലൈസൻസ് ഇല്ല എന്നൊരു സൂചനയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ആ ഒരു നിയമ ലംഘനം നടത്തിയതായിട്ടാണ് നമുക്ക് ഈ ഒരു അവസരത്തിലെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ലോ ഓഫീസർക്കെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതായി രാജ്ഭവൻ വൃത്തങ്ങളും നമ്മളെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 പ്രധാന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 8:39 നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ നിലവിൽ ഇപ്പോൾ ഗവർണറുടെ വാഹനം നിർത്തിയിട്ടിരിക്കുന്നിടത്തു നിന്നും അല്പം പുറകിലേക്കായിരുന്നു വാഹനം നിർത്തിയിട്ടിരുന്നത്. അവിടേക്കാണ് ലോ ഓഫീസറുടെ വാഹനം എത്തുകയും ഈ ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിന് മുൻഭാഗത്തായി ഇടിക്കുകയും ചെയ്തത്. തുടർന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പിന്മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും വീണ്ടും വാഹനം ഇതേ ദിശയിൽ തന്നെ മുന്നിലേക്ക് വരികയായിരുന്നു. CRPF ഇടപെടുകയും കാറിൽ നിന്നിറങ്ങിയ ലോ ഓഫീസർ ചോദ്യം ചെയ്തത് ആരാണ് ഇവിടെ ഗവർണറുടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുമതി നൽകിയത് എന്നുള്ള ഒരു വിചിത്രമായ ചോദ്യമായിരുന്നു ലോ ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അങ്ങനെ വീണ്ടും CRPF ഇടപെടുകയും അവർ വാഹനം ഈ കൊച്ചിൻ ഹൗസിനോട് ചേർന്ന് തന്നെ പാർക്ക് ചെയ്ത് പോവുകയായിരുന്നു. അല്പം മുൻപ് ലോ ഓഫീസർ ആ വാഹനം ഇവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും CRPF ഈ വിഷയത്തിൽ റിപ്പോർട്ട് റെസിഡന്റ് കമ്മീഷണർക്ക് കൈമാറും എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. കേരള പോലീസും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ റിപ്പോർട്ട് റെസിഡന്റ് കമ്മീഷണർക്ക് കൈമാറും. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എന്താണ് എന്നതിലേക്ക് കടക്കുക. എന്തായാലും CRPFന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സുരക്ഷാ വീഴ്ച അതിവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നിർത്തിയിട്ട ഔദ്യോഗിക വാഹനത്തിലേക്കാണ് വന്ന് ഇടിച്ചു കയറുന്നതും. എന്നാൽ CRPF ഇടപെടുമ്പോഴും അവർക്ക് നേരെ, ആ ഉദ്യോഗസ്ഥർക്ക് നേരെ വാക്കേറ്റം നടത്തുകയും അവരോട് കയർത്തതായുമാണ് അവർ അറിയിച്ചത്. എന്തായാലും എന്തായാലും ലൈസൻസ് ഇല്ലാതെയാണ് ലോ ഓഫീസർ വാഹനം ഓടിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഓഫീസർക്കെതിരെ നടപടി ഉണ്ടായേക്കും. പക്ഷേ നടപടി വേണ്ടെന്ന് ഗവർണർ അറിയിച്ചു എന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഗവർണറുടെ വാഹനം ഇവിടെ എന്തിന് പാർക്ക് ചെയ്തു എന്നാണ് ലോ ഓഫീസർ ചോദിച്ച ഒരു വിചിത്രമായ ചോദ്യം. അതിൻ്റെ വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംഘടനാ വിരുദ്ധ പരിപാടികൾ ആരു കാണിച്ചാലും അത് വെച്ചു പൊറുപ്പിക്കില്ല. കരുനാഗപ്പള്ളിയിൽ അതിശക്തമായ എന്ന് വെച്ചാൽ കർശനമായ ഇടപെടൽ ഉണ്ടാകും. വ്യക്തി താല്പര്യങ്ങൾ സംഘടനയ്ക്കുള്ളിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് അദ്ദേഹം കർശനമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. CPMന് വലിയ വേരോട്ടമുള്ള കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ലാതെയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ ആ വിഷയം എടുക്കുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. VIP ദർശനത്തിൽ കടുപ്പിച്ച് കോടതി. ശബരിമല സോപാനത്ത് ദർശനത്തിനാർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് ഹൈക്കോടതി. നടൻ ദിലീപിനും സംഘത്തിനും പ്രത്യേക പരിഗണന നൽകിയത് ഗൗരവതരമെന്ന് നിരീക്ഷിച്ചാണ് നിർദ്ദേശം. സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നടൻ ദിലീപിന്റെ VIP സന്ദർശനവുമായി ബന്ധപ്പെട്ട തുറന്ന കോടതിയിൽ ഇന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിലൂടെ
മറ്റ് ഭക്തർക്ക് ദർശനത്തിന് തടസ്സം നേരിട്ടുവെന്ന് മനസ്സിലായതായി കോടതി പറഞ്ഞു. എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്ന് ആരാഞ്ഞ കോടതി എങ്ങനെ ഇത് അനുവദിക്കാനാകുമെന്നും ചോദിച്ചു. മറ്റ് ഭക്തരെ തടഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല. വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 2 ദേവസ്വം ഗാർഡുകൾ എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി ദേവസ്വം ബോർഡ് മറുപടി നൽകി. തുടർന്ന് ശബരിമല സോപാനത്ത് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഇക്കാര്യം ദേവസ്വം ബോർഡും ചീഫ് പോലീസ് കോർഡിനേറ്ററും ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു. വിഷയം നാളെ വീണ്ടും പരിഗണിക്കും. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് തുറന്ന കോടതിയിലേക്കെന്ന സൂചന. വിചാരണയുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നതിൽ എതിർപ്പില്ലെന്നും അന്തിമവാദം തുറന്ന കോടതിയിൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത വിചാരണ കോടതിയിൽ ഹർജി നൽകി. വിചാരണയുടെ യഥാർത്ഥ വശങ്ങൾ പുറത്തുവരാൻ തുറന്ന കോടതിയിൽ അന്തിമവാദം നടത്തണമെന്നാണ് അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ കഴിഞ്ഞ ദിവസം അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു. തന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവിത രാഷ്ട്രപതിക്ക് കത്ത് നൽകിയത്. കേരള തമിഴ്നാട് സൗഹൃദം കൂടുതൽ ഊഷ്മളമാക്കി ഒരേ വേദിയിൽ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും MK സ്റ്റാലിനും. വൈക്കത്തെ തന്തൈ പെരിയാർ സ്മാരകം ഇരുവരും ചേർന്ന് നാടിന് സമർപ്പിച്ചു. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം പരാമർശിച്ചായിരുന്നു നേതാക്കളുടെ പ്രസംഗം. വൈക്കത്തിന്റെ ചരിത്രം മാറ്റിരചിച്ച EV രാമസ്വാമി നായ്ക്കരുടെ ഓർമ്മകൾ ഇനി ഈ മണ്ണിൽ എന്നും നിലകൊള്ളും. 86 സെന്റിൽ 8 കോടി ചിലവിൽ പൂർത്തിയാക്കിയ തന്തൈ പെരിയാറുടെ സ്മാരകം കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ നാടിന് സമർപ്പിച്ചു. ഊഷ്മളമായ കേരള തമിഴ്നാട് ബന്ധത്തെക്കുറിച്ച് ഇരു മുഖ്യമന്ത്രിമാരും വാചാലരായി. തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും പരസ്പരം കൈത്താങ്ങാകുന്നുവെന്ന് പിണറായി വിജയൻ. സഹകരണാത്മക ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങളായാണ് ഈ 2 സംസ്ഥാനങ്ങളും മുന്നോട്ടു പോകുന്നത്. അത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന സഹകരണമല്ല, മറിച്ച് പ്രവൃത്തിയിൽ വെളിവാകുന്ന സഹകരണമാണ്. കേരളത്തിന് നന്ദി പറഞ്ഞ MK സ്റ്റാലിൻ പിണറായി വിജയൻ ഇന്ത്യയിലെ ഭരണപാടവമുള്ള മുഖ്യമന്ത്രിയെന്നും കൂട്ടിച്ചേർത്തു. இப்போ எங்களுடைய அழைப்பை ஏற்று வருகை தந்திருக்கிறார். இந்திய அளவில் ஆளுமை மிக்க தலைவர்களை ஒருவராக விளங்கக்கூடியவர் மாண்புமிகு പിണറായി വിജയൻ അവர்கள். തന്തൈ പെരിയാറിന്റെ ചിത്രങ്ങൾ, പുസ്തകങ്ങൾ, പ്രതിമ എന്നിവയാണ് സ്മാരകത്തിലുള്ളത്. ചടങ്ങിൽ ദ്രാവിഡ കഴകം അധ്യക്ഷൻ K വീരമണി അതിഥിയായി. തമിഴ്നാട് മന്ത്രിമാരായ ദുരൈമുരുകൻ, M വേലു എന്നിവർക്കൊപ്പം സജി ചെറിയാനും VN വാസവനും ചടങ്ങിൽ പങ്കെടുത്തു. 24 കോട്ടയം. അദാനി കോഴ ജോർജ് സോറോസ് ആരോപണങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷ പോര്. സോണിയാഗാന്ധിയുടെയും ജോർജ് സോറോസിന്റെയും പോസ്റ്ററുമായി എത്തിയ പ്രതിപക്ഷ ആരോപണത്തെ പ്രതിരോധിക്കാനായിരുന്നു കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ ശ്രമം. രാജ്യത്തെ വിൽക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായി മോദി അദാനി പോസ്റ്ററുമായി പ്രതിപക്ഷം ഇന്നും രംഗത്തെത്തി. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ ഇന്നും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റുമുട്ടി. ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. ജോർജ് സോറോസ് ആരോപണം ഭരണപക്ഷം ഉന്നയിച്ചതോടെ ലോക്സഭയും തടസ്സപ്പെട്ടു. ഒരിക്കൽ കൂടി കൊല്ലത്ത് CPM ജില്ലാ സമ്മേളന വേദിയിലേക്ക് പോവുകയാണ്. സംഘടനാ വിരുദ്ധ പരിപാടി ആരു കാണിച്ചാലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കരുനാഗപ്പള്ളിയിൽ കർശനമായ ഇടപെടലുണ്ടാകും. സംഘടനയ്ക്കുള്ളിൽ വ്യക്തി താല്പര്യങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. അരുൺ, എന്താണ് സമ്മേളന പ്രതിനിധികളോടുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ കർശന സ്വഭാവത്തിലുള്ള മുന്നറിയിപ്പ്?
വിജയകുമാർ ഇന്ന് പ്രതിനിധികളോട് സംസാരിക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂറിലധികം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ പ്രതിനിധികളോട് സംസാരിച്ചു. ഈ സംസാരിച്ച വേളയിലാണ് കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങൾ എം വി ഗോവിന്ദൻ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരു കാണിച്ചാലും ഇനി വെച്ച് പൊറുപ്പിക്കില്ല, കർശനമായ നടപടി ഉണ്ടാകും. കരുനാഗപ്പള്ളിയിലേത് തുടർന്നുണ്ടാകുന്ന നടപടി കർശനം തന്നെ ആയിരിക്കും എന്നുള്ളതായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഓർമ്മപ്പെടുത്തൽ. മറ്റൊന്ന്, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടനയെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്, സംഘടനയെ മോശപ്പെടുത്തുന്നത്, കളങ്കപ്പെടുത്തുന്നത്, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവരെ ഈ പാർട്ടിയിലോ ഈ നേതൃത്വത്തിലോ വെച്ച് പുറപ്പിക്കുമെന്ന് ആരും കരുതുകയും വേണ്ട. കരുനാഗപ്പള്ളിയിലേത് വ്യക്തി താല്പര്യങ്ങൾ മാത്രമാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയായിരിക്കും ഇനി തുടർന്നുണ്ടാവുക. മറ്റിടങ്ങളിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ നേതൃത്വവും മുന്നോട്ട് കൊണ്ടുവരണം. ഇത്തരം പ്രവണതകൾ ഉണ്ടായാൽ അത് തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കണമെന്ന സൂചനയും ഓർമ്മപ്പെടുത്തലും സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സംഘടനയെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഇടപെടൽ നേതൃത്വമാണ് നടത്തേണ്ടത്. പക്ഷേ പലപ്പോഴും അത്തരം പ്രവണതകൾ ഇല്ലാതെ പോകുന്നു. അതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് എന്നും സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട് എന്നതാണ് സംസ്ഥാന സെക്രട്ടറി പ്രതിനിധികളെ ഓർമ്മപ്പെടുത്തിയത്. എന്തായാലും ഈ നേതൃത്വത്തിനെതിരെയുള്ള കൃത്യമായ ഒരു താക്കീത്, അതുപോലെ തന്നെ പ്രതിനിധികളോട് ചില ഓർമ്മപ്പെടുത്തൽ, ഇതായിരുന്നു ഇന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ ആദ്യം അധ്യാന്തം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. യെസ്, ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തു നിന്ന്. തിരുവനന്തപുരത്ത് വീണ്ടും വിദ്യാർത്ഥിയോട് അധ്യാപികയുടെ ക്രൂരത. അച്ചടക്കം പാലിച്ചില്ലെന്ന് ആരോപിച്ച് വിദ്യാർത്ഥിയുടെ കയ്യിൽ ക്രൂരമായി മർദ്ദിച്ചു. വിളപ്പിൽശാല ഗവൺമെന്റ് UP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. അപ്പോൾ അവൻ പറഞ്ഞ് ടീച്ചർ അടിച്ചതാണ്, ഇംഗ്ലീഷ് ടീച്ചർ. നമ്മൾ എന്തിന് അത് ഡിസിപ്ലിൻ പാലിക്കാത്തതുകൊണ്ട് അടിച്ചതാണെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ പേരൂർക്കൂടെ ഓർത്തോയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ അടിച്ചതിൻ്റെ പാടുണ്ട്, കുഞ്ഞിനെ അടിച്ചതിൻ്റെ പാടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് കൈ ഇത് ബാൻഡേജ് ഇടണം, പിന്നെ കാഷ്വാലിറ്റി ചെന്ന് MLC നോട്ടഡ് എന്ന് പറഞ്ഞ കേസ് ഫയൽ ചെയ്യണം. അപ്പോൾ അവർ നിങ്ങളെ വിളിക്കും, പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റായിട്ട് അവർ തന്നെ കൊടുക്കും, സ്വമേധയാ കേസെടുക്കുമെന്ന് പറഞ്ഞു. 2 സാറുമാർ എന്നോട് പറഞ്ഞ് ബദ്രീനാഥിൻ്റെ അച്ഛൻ എന്താ പണിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പെയിൻറ്റിങ് ജോലിയാണ്. അപ്പം നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ ഫിനാൻഷ്യലി എന്തെങ്കിലും സഹായിക്കാം. ഞാൻ പറഞ്ഞു സാർ എന്തോന്ന് പറയണോ? അയ്യോ അങ്ങനെയല്ല, കാരണം ഇനിയുള്ള അങ്ങോട്ടുള്ള ചിലവ്, അവൻ്റെ ചിലവ് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ നോക്കിക്കോളാം, ഇതൊരു ഒത്തുതീർപ്പായിട്ട് പോവാം. പിന്നെ ടീച്ചറിൻ്റെ ഭാഗത്ത് ജോലിയൊന്നും കളയല്, ടീച്ചറിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഭയങ്കര വിഷയമാവും, ഞങ്ങളെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു ഇറങ്ങി വന്നു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, 3ാം ക്ലാസ്സുകാരനെ തല്ലിച്ചതച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് സഹപ്രവർത്തകരായ അധ്യാപകർ ഒത്തുതീർപ്പിനും ചെന്നു അല്ലേ? പോലീസ് കേസെടുത്തില്ലേ ഇതുവരെ? പോലീസ് കേസ് എടുത്തിട്ടുണ്ട് വിജയകുമാർ. എന്തായാലും ഡിസംബർ 10, അതായത് മെനഞ്ഞാന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഉച്ചയ്ക്ക് ഈ കുട്ടി ഇന്റർവെൽ സമയത്ത് പുറത്തിറങ്ങിയ സമയത്ത് കൈ പിന്നിൽ കെട്ടിയില്ല എന്ന് പറഞ്ഞാണ് ഈ അധ്യാപിക ഓടി വന്ന് കുട്ടിയുടെ കയ്യിൽ വടി കൊണ്ടടിച്ചത്. 4-5 തവണ അടിച്ചു. അതിനുശേഷം വൈകിട്ട് ഈ സ്കൂൾ ബസ്സിൽ കുട്ടി വീട്ടിലെത്തിയപ്പോഴാണ് ഈ കയ്യിൽ നീര് വീട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ടീച്ചർ അടിച്ചതാണെന്ന് പറഞ്ഞത്. ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കൈക്ക് നീരുണ്ടായിരുന്നു, അതിനുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടു. അതിനുശേഷമാണ് ഈ അധ്യാപകരോട് ചോദിക്കാൻ ഈ വീട്ടുകാർ അച്ഛനും അമ്മയും ചേർന്ന് സ്കൂളിലേക്ക് പോയത്. വിളപ്പിൽശാല ഗവൺമെന്റ് UP സ്കൂളിലാണ് പോയത്. അവിടെ എത്തിയപ്പോഴാണ് അധ്യാപകർ പറഞ്ഞത് ഇത് ആദ്യം നിഷേധിച്ചു, ഈ സംഭവം ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നീട് ഇത് വീണ്ടും ആവർത്തിച്ച് കുട്ടിയുടെ കയ്യിലെ ഫോട്ടോസ് അടക്കം കാണിച്ച് ചോദിച്ചപ്പോൾ അത് ടീച്ചർക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇവരൊരു സാധാരണക്കാരൻ ഒരു കുടുംബമാണ്. ഈ കുട്ടിയുടെ അച്ഛൻ ഒരു പെയിന്ററാണ്. സ്വാഭാവികമായിട്ടും ഇത് പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് പ്രിൻസിപ്പൽ അടക്കം മറ്റു അധ്യാപകരടക്കം ചേർന്ന് നടത്തിയത്. കൊണ്ട് ഇത് പരാതി നൽകരുതെന്നും ഇവർ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിന് ഈ കുടുംബം വഴങ്ങിയില്ല. അതിനെ തുടർന്നാണ് വിളപ്പിൽശാല പോലീസിൽ പരാതി നൽകിയത്. എന്തായാലും പോലീസ് അധ്യാപികക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. യെസ്, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അധ്യാപികക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനിയും അധ്യാപിക ഒളിവിൽ പോയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും വിളപ്പിൽശാല ഗവൺമെന്റ് UP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. ഈ വിവരം അറിഞ്ഞ് സ്കൂളിൽ ചോദിക്കാൻ എത്തിയപ്പോൾ ഒത്തുതീർപ്പിന് വേണ്ടി ആ അധ്യാപികയുടെ സഹപ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തിയെന്നുകൂടി ആ കുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. പതിവ് തെറ്റിക്കാതെ സന്നിധാനത്ത് ഡ്രംസിൽ വിസ്മയം തീർത്ത ശിവമണി. സാധാരണ പിറന്നാൾ ദിനത്തിൽ ദർശനത്തിനെത്തുന്ന ശിവമണി വിദേശത്തായതിനാൽ ഇന്നാണ് സന്നിധാനത്തെത്തിയത്. തുടർച്ചയായി അയ്യനെ കാണാൻ കഴിയുന്നത് അഭിമാനമാണെന്നും കേരളത്തോട് ഒരുപാട് നന്ദിയുണ്ടെന്നും ശിവമണി 24നോട് പറഞ്ഞു. പുലർച്ചെ 2 മണിയോടെയാണ് ശിവമണിയും സംഘവും മല കയറിയത്.
ഉഷപൂജയ്ക്ക് മുൻപായി ശബരിമലയിലും മാളികപ്പുറത്തും ദർശനം പൂർത്തിയാക്കി. സന്നിധാനത്ത് പെയ്ത ചാറ്റൽ മഴയ്ക്കിടെ ശിവമണിയുടെ സംഗീത പെരുമഴ. പിറന്നാൾ ദിനമായ ഡിസംബർ 1 എല്ലാ വർഷവും ദർശനം നടത്താറുള്ളത്. ഇത്തവണ വിദേശത്തായതിനാൽ എത്താൻ കഴിഞ്ഞില്ല. തുടർച്ചയായി ദർശനം നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ശിവമണി 24-നോട് പങ്കുവച്ചു. Every year we come here. Yes. Every year we come. This year I came late because my birthday generally I'll come. This year I had some outside of India work. I finished and came back. Today I did my seva in Sabarimala. ശിവമണിയുടെ വക അയ്യപ്പ ഭക്തിഗാനങ്ങൾക്കൊപ്പം ശരണമന്ത്രങ്ങളും. കീബോർഡുമായി സംഗീത സംവിധായകൻ പ്രകാശ് ഉള്ളേരിയും ഗായകൻ ദേവദാസും ഒപ്പം കൂടി. മണിക്കൂറുകളായി ക്യൂവിൽ നിന്ന തീർത്ഥാടകർ സന്നിധാനം സ്റ്റേജിലേക്ക് ഒഴുകിയെത്തി. അടുത്ത വർഷവും എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ തിരികെ നാട്ടിലേക്ക്. 24 സന്നിധാനം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.